الرحمن الرحيم صلى الله على سيدنا محمد وآله وصحابه أجمعين فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة فكالنبيين في خلق وفي خلق ولم يدانوا في علم ولا كرم. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പരാമർശിക്കുകയാണ്, ശരീര ആകൃതിയാലും സ്വഭാവ മഹിമയാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ള അമ്പിയാക്കളെ കവച്ചു വെക്കുന്നു. അവിടുത്തെ ആ വിജ്ഞാനത്തിൻ്റെയും ഉദാഹരണയുടെയും സമീപത്ത് പോലും അവർക്ക് എത്താൻ സാധിക്കില്ല. അവിടുത്തെ 10 വർഷക്കാലം ഖിദ്മത്തെടുത്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, كان رسول الله صلى الله عليه وسلم ليس بالطويل باين. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നീലത്താൽ ഉദാഹരണയുള്ളവരല്ല, അതിര് കവിഞ്ഞവരല്ല. വലാ ബിൽ ഖസീർ, കുറവുള്ളവരും അല്ല. വലാ ബിൽ അബിയദിൽ അംവകി വലാ ബിൽ അദം, അവിടുന്ന് അതാ താടിയല്ലിനെയോ കുറവും വന്നിട്ടില്ല. വലാ ബിൽ ജഹദിൽ ഖതദി വലാ ബിസ് സബത്, മുടി ചുരുണ്ടവരുമല്ല. വബഅസ അല്ലാഹു അലാ റഅസിഹി 40 സനഅത്ത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൂമിയിലേക്ക് അവിടുന്ന് അതാ 40 വർഷത്തിൽ നിയോഗിക്കുന്നു. അവിടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതകാലം മുതൽ വഫാത്ത് വരെ വലൈസ ഫീ റഹ്സിഹി വലിഹിയതിഹി 20 ശഹ്റൻ ബൈളാ, തലമുടിയിലോ താടി രോമങ്ങളിലോ 20 മുടഞ്ഞ കവിഞ്ഞ കേശങ്ങളില്ല. അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഭാവത്തെ കുറിച്ച് ധാരാളം പഠിക്കേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദംതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ഖിദ്മത്തെടുത്തു 10 വർഷം ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സേവനം ചെയ്തു. ഫമാ ഖാല ലി ഉഫിൻ ഖത്തുൻ, എനിക്ക് ബുദ്ധിമുട്ടാകുന്ന ഒന്നും അവിടുത്തെ വാക്കിലൂടെ ഞാൻ കേട്ടിട്ടില്ല. അവിടുന്ന് ഞാൻ അങ്ങനത്തെ ഒരു സംസാരം കേട്ടിട്ടില്ല. അവിടുത്തെ സ്വഭാവം മനസ്സിലാക്കണം. അതാ ഒരു അറാബിയായ ഒരു മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് ഒരു മുന്തിരിമായി ഇങ്ങനെ ചില മുന്തിരിമായി ഇങ്ങനെ വരികയാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കഴിക്കുന്നു. അവിടുത്തെ അരിക്കുന്ന സ്വഹാബക്കൾക്കൊന്നും നൽകുന്നില്ല. പതിവ് അങ്ങനെയല്ല. പിന്നെ എന്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കഴിച്ചു? അങ്ങനെ ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ പറയുകയാണ്, ആ കോർന്ന മുന്തിരി ഉണ്ടല്ലോ, അത് വളരെ പുളിയുള്ള മുന്തിരിയായിരുന്നേ. ആ മുന്തിരി എങ്ങാനും ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ നിങ്ങളുടെ മുഖത്തിൽ അതിൻ്റെ എക്സ്പ്രഷൻ വരുമായിരുന്നു, അതിൻ്റെ ആ ഒരു ഫീലിംഗ് നിങ്ങളുടെ മുഖത്തിൽ വരുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മുന്തിരി കോർന്നാലേക്ക് അത് വിഷമമായി പോവൂലേ? അതുകൊണ്ടാണ് ആ മുന്തിരി നിങ്ങൾക്ക് നൽകാത്തത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ടോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കുന്നു.
മുത്തുനബി തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ ബിബി എന്ത് പറഞ്ഞെന്ന് അറിയുമോ? കാന ഖുലുഖുഹു ഖുർആന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അത് ഖുർആനായിരുന്നേ. അത്രക്കും നല്ല സ്വഭാവമാണ്. ഞാൻ പറഞ്ഞു വന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണമേ സഹോദരാ. അവിടുത്തെ ജീവിതം മനസ്സിലാക്കണം, അവിടുത്തെ മേൽ മഹബ്ബത്ത് വെക്കണം. അവിടുത്തെ മഹബ്ബത്തുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അലാമത്താണല്ലോ ഇക്സാറുസ് സ്വലാത്ത്. അവിടുത്തെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അലാമത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയുടെ മേൽ മഹബ്ബത്ത് വെക്കാനും അവിടുത്തെ സ്വഭാവം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് മാത്രം എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. فكالنبيين في خلقه وفي خلقه ولم يدانه في علم على قرم. എന്താണ് ഇതിന്റെ മാന? ഇമാം ബൂസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫകന്നബിയിന മറ്റോ നബിമാരെക്കാളും ഉന്നതരാണ് ഫീ ഖൽഖിൻ അവിടുത്തെ ഖൽഖിന്റെ വിഷയത്തിലും വഫീ ഖുലുഖിൻ അവിടുത്തെ സ്വഭാവത്തിന്റെ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റ് അമ്പിയാക്കന്മാരെക്കാളും ഉന്നതരാണ്. വലം യുദാനു ഒരാളും അടുത്തെത്തുകയില്ല. ഇൽമിൻ വലാ കറമിൻ അവിടുത്തെ ഇൽമിന്റെ വിഷയത്തിലും കറമിന്റെ വിഷയത്തിലും ഒരാളും അടുത്തെത്തുകയില്ല. ഇമാം ബൂസി റളിയല്ലാഹു അൻഹു ഇബത്തോട് എന്താണ് ആശയം പറയുന്നത്? ഫകന്നബിയിന ഫീ ഖൽഖിഹി വഫീ ഖുലുഖിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൃഷ്ടിപ്പിന്റെ കാര്യം നോക്കിയാൽ ഈ ആദം നബിയെ പഠിക്കുന്നതിന് മുമ്പേ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ സൃഷ്ടിച്ചിട്ടില്ലേ? ഈ ലോകം പടക്കാനുള്ള കാരണം അത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ? അതെ, ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും ചന്തമുള്ള ആളാണല്ലോ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇതുവരെ ഒരു പെണ്ണിനെയും കണ്ടിട്ടില്ല, ഒരു പുരുഷനും കണ്ടിട്ടില്ല. എന്താണ് കാണാത്തത്? ലോകത്ത് വെച്ച് ഏറ്റവും നല്ലൊരു ചന്തമുള്ള ആളാണ്. അതിനൊപ്പം ലോകത്ത് വെച്ച് ഏറ്റവും ചന്തമുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. വഫീ ഖുലുഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പറയാൻ തീരാത്ത ചരിത്രമാണ് സ്വഭാവത്തെ കുറിച്ച് പറയാനുള്ളത്. ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സ്വഭാവമുള്ള ഒരാളാണ് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. കണ്ണാടി നോക്കി പറയുന്നു, അല്ലാഹുമ്മ അഹ്സിൻ ഖുലുഖി കമാ അഹ്സൻത ഖൽഖി. എന്താണ് ഇതിന്റെ മായന? അല്ലാഹുവേ, എൻ്റെ സൃഷ്ടിപ്പിനേക്കാളും എൻ്റെ സ്വഭാവം അല്ലാഹ് നീ നന്നാക്കി തരണമേ അല്ലാഹുവേ. ആരാണ് ദുആ ചെയ്യുന്നത്? ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സ്വഭാവമുള്ള ആളാണല്ല പറയുന്നത്. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം കാന ഖുലുഖു ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. നല്ല സ്വഭാവമായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ആളായിരുന്നു. ഒരു കളവും പറയാത്ത ആളായിരുന്നു. ഞാൻ ചരിത്രം പറയട്ടെ. ഒരു ദിവസം ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ
ഒരു ദിവസം ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കരിക്കുന്ന സമയത്ത് അവിടുത്തെ പുള്ളിയായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലേക്ക് വീഴുകയാണ്. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു വന്നിട്ട് ഇങ്ങനെ ഖുർആനെ നോക്കുകയാണ്. ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്കുന്നത് കാണുന്നില്ല. പിന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എണിച്ചതിന് ശേഷമാണ് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണിക്കുന്നത്. ിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയെ നിങ്ങൾ എന്തിനാണ് ഇത്ര നേരം സുജൂദിലിരുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്താണ് പറഞ്ഞത്? ഫാത്തിമ, അത് കുട്ടികളല്ലേ, അവർക്ക് എന്തെന്നറിയാമോ? അവർക്ക് നിസ്കരിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ എൻ്റെ മേൽ കളിക്കുമായിരുന്നല്ലേ, അവർക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എണിക്കാത്തത്. കുട്ടികളോടെ പോലെയും നല്ലൊരു സ്വഭാവം കാണിച്ച ഒരാളാണല്ലേ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വലാ യുദാനുഹു, ഒരാളും അടുത്തെത്തുകയില്ല. ഇൽമിന്റെ വിഷയത്തിലും ഒരാളും അടുത്തെത്തുകയില്ല. ഇൽമിന്റെ വിഷയത്തിലും ഒരാളും അടുത്തെത്തുകയില്ല. ഈ ലോകത്ത് വെച്ചിട്ട് എല്ലാ ആലിമീങ്ങളുടെയും എല്ലാ ഔലിയാക്കന്മാരോടെയും എല്ലാ പണ്ഡിതന്മാരോടെയും ഉസ്താദല്ലേ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. നമുക്കിപ്പോൾ 7 വർഷം കഴിഞ്ഞാൽ നമ്മുടെ പഠനം പൂർത്തിയായി. ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ദുആ ചെയ്തത്? റബ്ബി സിദ്നാ ഇൽമാ, റബ്ബി സിദ്നാ ഇൽമാ. അല്ലാഹുവേ ഇനിയും ഇൽമു ജാസ്തിയാക്കി തരണമേ അല്ലാഹുവേ എന്നാണ് ദുആ ചെയ്തത്. അപ്പോൾ നമ്മൾ എവിടെയാണ്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വിരലിന്റെ കഷ്ണം പോലെ നമുക്ക് വരാൻ പറ്റുന്നില്ല. വലാ കറമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കറമിന്റെ വിഷയം നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും സാമനം കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപ്പലേ തിന്നുമായിരുന്നില്ല. എല്ലാം എടുത്തു വെക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഒരു ഫക്കീരം വന്നാൽ അവർക്കിനെ കൊടുത്ത് ദാനം ചെയ്യുകയാണ്. ലോകത്ത് വെച്ചിട്ട് ഏറ്റവും നല്ല ദാനം ചെയ്യുന്ന ആളാണല്ലേ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. നാം എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ കണ്ട് പഠിക്കുക, സ്വഭാവത്തെ കുറിച്ച് പഠിക്കുക. അല്ലാഹു നമ്മളെല്ലാവരും നന്നാക്കി തരുമാറാവട്ടെ. അല്ലാഹു നമ്മളെല്ലാവരും സ്വഭാവം അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ഇത്രയും പറഞ്ഞ എൻ്റെ വാക്ക് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ ഉസ്താദന്മാർ, ഇവിടെ സന്നിധരായിട്ടുള്ള എൻ്റെ കരളിന കഷ്ണങ്ങളായ മുതഅല്ലിം സുഹൃത്തുക്കൾ, എനിക്കിവിടെ കിട്ടിയ വിഷയം ലലംതു സുന്നതമാൻ അഹിയല്ലാലാമാ ഇലാ അനിസ്തകത് കദമാ ഹുല്ലുറാമി വറമി. മഹാനായ ബൂസൂരി ഇമാം അവിടുന്ന് രോഗം ബാധിച്ച സമയത്ത്, ശരീരമാകെ തളർച്ച ബാധിച്ച സമയത്ത് അവിടുന്ന് മനസ്സിൽ കുറിച്ചു വെച്ചതാണ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദീദാൻ. അങ്ങനെ അതാ ബൂസൂരി ഇമാം തുടങ്ങുകയാണ്. ആ
ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവനും വർണ്ണനയിൽ ഇങ്ങനെ വർണ്ണിച്ചു കൊണ്ട് തീർക്കാമെന്ന് കരുതി തുടങ്ങിയതാണ്. പക്ഷേ അവിടുന്ന് തുടങ്ങിയതേയുള്ളൂ. അപ്പോൾ മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് തീർക്കാൻ കഴിയില്ല. നബി തങ്ങളെ മദ്ഹ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അത് എന്നെന്നും അവസാനിക്കാത്തതാണ്. എന്നിട്ടതാ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുകയാണ്. മദ്ഹ് ചെയ്ത് ഈ വരികളിലേക്ക് എത്തുകയാണ്. ബുസൂരി ഇമാം ലംതു സുന്നതമൻ അഹിയല്ലാലമ ഇലാ അനിസ്തകത് കദമാ ഉല്ലുറാമി വറബി. ബുസൂരി ഇമാമത ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കഷ്ടപ്പാടിനെ വിവരിക്കുകയാണ്. അവിടുന്ന് ചെയ്ത ത്യാഗത്തെ വിവരിക്കുകയാണ്. അവിടുന്നതാ ഈ ആ രാത്രി സമയത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്നതാ തഹജ്ജുദ് നിസ്കരിക്കുന്നു. അവിടുന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് അതാ ആയിഷ ബീവി ഈ നിസ്കാരം പലപ്പോഴും കാണാറുണ്ടായിരുന്നു. എന്നിട്ടും അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ അതാ ഒരു ദിവസം ഇങ്ങനെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്ന് ചോദിക്കുന്നു, അല്ലയോ നബിയേ, അങ്ങയുടെ മുമ്പുള്ള പാപങ്ങളെയും ഇനി വരുന്ന പാപങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടുണ്ടല്ലോ റബ്ബ്. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് അവിടുന്ന് ഈ വീർത്ത് പിടിച്ച് ഈ കാലുകൊണ്ട് കടച്ചിൽ പിടിച്ച് നിൽക്കാൻ കഴിയാതെ ഇത്രയും ത്യാഗം പിടിച്ചുകൊണ്ട് അങ്ങനെ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തിന്റെ നേതാവ് അവിടുന്ന് പത്നിയോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ? ആ പത്നിയോട് അവിടുന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അഫലാ കൂന അബ്ദൻ ശകൂറാ. അവിടുന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ അല്ലാഹുവിൻ്റെ അടിമകളിൽ വെച്ച് ഒരു നന്ദിയുള്ള അടിമയാകേണ്ടയോ ആയിഷ എന്ന് പറഞ്ഞ് അവിടുന്ന് ആയിഷ ബീവിയോട് മറുപടി പറഞ്ഞ് അവിടുന്ന് നിസ്കരിക്കുകയാണ്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ തഹജ്ജുദ് കഷ്ടപ്പെട്ട് നിസ്കരിക്കാനുള്ള കാരണം എന്തെന്നറിയോ മുഅ്മിനീങ്ങളെ? നമുക്ക് 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണെങ്കിൽ താജ്ദാരേ മദീന സ്വാദിഖുൽ മസ്തൂഖ് അൽ ബദ്റുൽ മുനീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമാണ്. അവിടുന്നതാ ഇസ്റാ സൂറത്തിൽ പറഞ്ഞില്ലേ, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക. ഓ നബിയേ, കൂരിരുട്ടുള്ള രാത്രിയിൽ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണം നബിയേ. അന്ന് അല്ലാഹു തആല അവിടുന്ന് ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു നാഫിലതൻ ലക. ഇവിടെ അവിടുന്ന് പറയുന്നത് നബി തങ്ങൾക്ക് സുന്നത്ത് എന്ന അർത്ഥം വെച്ചിട്ടല്ല. ബഹുമാനപ്പെട്ട ഫിഖ് പണ്ഡിതനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് ഇവിടെ നാഫിലതൻ ലക എന്നുള്ള ഉദ്ദേശം ഓവർലോഡ് സായിദ എന്ന അർത്ഥത്തിനിക്കാണ്.
അതുകൊണ്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് നിർബന്ധമാക്കിയ നിസ്കാരമാണ്. എന്നിട്ടതാ അവിടുന്ന് മുസമ്മിൽ സൂറത്തിലെ അല്ലാഹു തആല പിന്നെയും പറയുന്നു. എന്താണ് പറയുന്നതെന്നറിയോ? ഇന്ന നാശിയത്തൽ ലൈലി അശദ്ദു വഅഖ്വ മുഖീല. അതായത് രാത്രി നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും ഇബാദത്തുകൾക്കെല്ലാം ഒരു സ്വാധീനം വേറെ തന്നെയാണ്. അപ്പോൾ ചെയ്യുന്നതിനുള്ള ഖുശൂ ഉണ്ടാകുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് പിന്നെയും അവിടുന്ന് ഖുർആനിൽ അവിടുന്ന് വർണ്ണിക്കുകയാണ്. ഉസൂരി ഇമാം അവിടുന്ന് പിന്നെയും അവിടുന്ന് വർണ്ണിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല ഒരുപാട് വർണ്ണതകൾ അവിടുന്ന് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരം നിറഞ്ഞ ഉസ്താദുമാരെ, അതുപോലെ തന്നെ ഇവിടെ കൂടിയ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതായത് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് അവിടുത്തെ നാട്ടുകാരായ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൽ അമീൻ അൽ അമീൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. അതായത് സത്യസന്ധൻ, വിശ്വസ്തൻ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40-ാം വയസ്സെത്തുമ്പോൾ, അതായത് നുബുവത്തുമായി കടന്നു വന്നപ്പോൾ, അവിടുത്തെ ആ നാട്ടുകാരായ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന ആ ജനങ്ങൾ അവർ പിന്നീട് എന്താക്കി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരായിക്കൊണ്ട് ശാപ പ്രയോഗങ്ങൾ നടത്തി. മാത്രമല്ല, ആ ജനിച്ച നാട്ടിൽ തന്നെ ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി ഒരുക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ 53-ാം വയസ്സിൽ, അതായത് തന്റെ ജന്മനാടായ മക്കയും വിട്ട് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോവുകയാണ്. അങ്ങനെ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ ഇടയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാർ സൗറിലേക്ക് കയറുകയാണ്. കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കൂടെയുണ്ട്. ആ സംഭവത്തെ കുറിച്ച് മഹാനായ ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധമായ ബുർദയിൽ പറയുന്നുണ്ട്. ഫസിദ്ഖു ഫിൽ ഗാരിബ സിദ്ദീഖു ലം യരിബ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമീം. അതായത് മഹാനായ ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു ഇവിടെ പറയുകയാണ്, ഫസിദ്ഖു ഫിൽ ഗാരിബ സിദ്ദീഖു ലം യരിബ. അതായത് ആ ഗുഹയിൽ എന്തുണ്ട്? സിദ്ഖുണ്ട്. സിദ്ഖ് എന്ന് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. ബൂസൂർ ഇമാം ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സത്യം പറയുന്ന ആലാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അതിനുപരിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സിദ്ഖ് തന്നെയാണ്, സത്യം തന്നെയാണെന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സത്യത്തിന്റെ ഒരു രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഇങ്ങനെ പറയുകയാണ്. അത് പറയുന്ന അത്രമാത്രം സത്യം പറയുന്ന ആളാണ്. അതുകൊണ്ടല്ലേ മക്ക നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അൽ അമീൻ അൽ അമീൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു സിദ്ഖുണ്ട്. അവിടെ മറ്റൊരു സിദ്ഖ് അതാരാണെന്ന് പറഞ്ഞാൽ, എന്ത് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞാലും അപ്പടി വിശ്വസിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞാലും അപ്പടി വിശ്വസിക്കും. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചില്ല. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മക്കയിലെ മുശ്രിക്കീങ്ങൾ വന്ന് പറഞ്ഞു, അതാ നിന്റെ സുഹൃത്തായ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തോ വിളിച്ചു പറയുന്നുണ്ട്, ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നുണ്ട്, അത് നീ വിശ്വസിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ്
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നു. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുന്ന ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് ഫസിദ്ദീഖു ഫിൽ ഗാരിബ സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമി. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയപ്പോൾ പിന്നിൽ കാഫിരീങ്ങൾ വന്നു. അവർ കാഫിരീങ്ങൾ വന്ന് അതാ ആ മുഖത്തിലേക്ക് എത്തി. പക്ഷേ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. അവർ ഈ ഗുഹയിൽ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞുപോയി. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു നല്ലൊരു സംരക്ഷണയാണ് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തത്. അതായത് വെറും ചിലന്തി വലകളെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണം കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ ആ ഗുഹമുഖത്ത് ചിലന്ത് വലകൾ അവിടെ വല കെട്ടി, മാത്രമല്ല മാടപ്രാവുകൾ വന്നുകൊണ്ട് അവിടെ മുറ്റയിട്ടു. അത് കണ്ട് ശത്രുക്കൾ വിചാരിച്ചു ഈ ഗുഹമുഖത്ത് ആരും ഉണ്ടാവില്ല, ഇവിടെ ആരും കയറാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞുപോയി. ഇതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത് വെറും നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടും എന്താക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് സംരക്ഷണം കൊടുത്തു. മാത്രമല്ല ഗുഹയുടെ ഉള്ളിൽ നടന്ന സംഭവമൊക്കെ ഞങ്ങൾക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ആ ഗുഹയുടെ ഉള്ളിലേക്ക് കയറുന്നു. മാത്രമല്ല കയറിക്കൊണ്ട് അവിടെയുള്ള എല്ലാ മാലങ്ങളെയും അടക്കുന്നു. മാത്രമല്ല അവിടെ ഒരു മാലം ഇങ്ങനെ ബാക്കിയാവുകയാണ്. അതിലേക്ക് തന്റെ സ്വന്തം കാല് വെച്ചുകൊണ്ട് ആ മാലം ഒന്ന് അടുക്കുന്നു. മാത്രമല്ല അതിൽ നിന്ന് വന്നുകൊണ്ട് ഒരു പാമ്പ് വന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിങ്ങനെ കടിക്കുന്നു. പക്ഷേ തന്റെ മടിയിൽ കിടന്നത് എന്റെ ഏറ്റവും പ്രിയങ്കരനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടുത്തെ കാല് അനക്കിയില്ല. തന്റെ ജീവൻ പോകുമെന്നറിഞ്ഞിട്ട് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കാലൊന്നും അനക്കിയില്ല. ഇതിൽ നിന്ന് അത്രമാത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുകും മത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വൽവൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ നിന്ന് ഒരാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളെ സ്വന്തം ശരീരത്തെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ഇന്ന് ഒരാളും മുഅ്മിനാവുകയില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്, ഞങ്ങൾ എത്രമാത്രം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നുണ്ട്. മഹബ്ബത്ത് വെക്കുന്നതിന്റെ അടയാളമാണ് അവിടുത്തെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. ഞങ്ങൾ എത്രമാത്രം മഹബ്ബത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്ത് അത്രമാത്രമായിരുന്നു. തന്റെ ജീവൻ പോയാലും പ്രശ്നമില്ല, പക്ഷെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ചെറിയ വർക്ക് പോലും ബുദ്ധിമുട്ടാകാൻ പാടില്ല എന്ന് അത്രമാത്രം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബത്ത് വെച്ചിരുന്നു. ഞാനും നിങ്ങളും എല്ലാവരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബത്ത് വെക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അലീമിൽ ഖുദ്റതി വശാൻ ശദീദുൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളിദ് ദീനി വൽ ഖുർആൻ ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ ظلمت سنة من أحيا الظلام إلى أن استقت قدما الرام ورامي. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ എൻ്റെ മുമ്പിലിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്, മുത്തായ തങ്ങളെക്കുറിച്ച് മദ്ഹ് പാടുകയാണെങ്കിൽ, മദ്ഹ് പറയുകയാണെങ്കിൽ അത് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. നമുക്കറിയാം, മഹാനായ ബൂസൂരി ഇമാം റളിയല്ലാഹു അൻഹു
അവിടുത്തെ രോഗശമനത്തിന് വേണ്ടി എഴുതി തുടങ്ങിയ ബുർഉദ എന്ന പരിശുദ്ധമായ ഗ്രന്ഥം, അതിന്റെ 3-ാമത്തെ ഫസ്ല്, അതാണ് ഏറ്റവും വലിയ ഫസ്ൽ. പ്രിയമുള്ളവരെ, അതിൽ എന്താണ് ബൂസൂരി ഇമാം അവിടുന്ന് വർണ്ണിക്കുന്നത്? ആ ബുർദയുടെ 3-ാമത്തെ ഫസ്ലിൽ ബൂസൂരി ഇമാം വർണ്ണിക്കുന്നു മദ്ഹു റസൂലില്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിനെ കുറിച്ചാണ് ബൂസൂരി ഇമാം അവിടുന്ന് അതിൽ വർണ്ണിക്കുന്നത്. അതാ ബൂസൂരി ഇമാം തുടങ്ങുകയാണ്, ലലംതു സുന്നതബ, ഞാൻ ഒരാളുടെ ചര്യയെ ദ്രോഹിച്ചിട്ടുണ്ട്, ഞാൻ ഒരാളുടെ ചര്യയോട് അക്രമം ചെയ്തിട്ടുണ്ട്. ആരുടെ ചര്യയാണത്? അയ്യല്ലലാമാ, രാത്രിയെ ജീവിപ്പിച്ച, രാത്രിയെ ഹയാത്താക്കിയ ഒരാളുടെ ചര്യയെ ഞാനതാ ദ്രോഹം ചെയ്തിട്ടുണ്ട്. അതാ ഇലാ അനിസ്തഖത് ഖദമാഹുൽ റമീ, അതാ രാത്രിയിൽ നിസ്കരിച്ചുകൊണ്ട്, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് കാലതാ നീരി കെട്ടി അവസാനം ആ കാല് തന്നെ സങ്കടം പറയുന്നു. അതുവരെ നിസ്കരിച്ചതായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ ഞാൻ ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്നാണ് അവിടെ ബൂസൂരി ഇമാം അവിടുന്ന് വർണ്ണിക്കുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിലെ എല്ലാവരും നേതാവായിട്ടും അത്ര വലിയ സ്ഥാനം ലഭിച്ചിട്ടും അതാ അവിടുന്ന് ഇബാദത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇബാദത്ത് കൃത്യമായി ചെയ്തിരുന്നു. അവിടുത്തെ ഇബാദത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇബാദത്തൊന്നൊന്നുമല്ല. നമ്മൾ എത്ര കാലം ഇബാദത്ത് ചെയ്താലും അവിടുത്തെ ഇബാദത്തിലേക്ക് എത്താൻ പറ്റുന്നതല്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അതാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ രാത്രിയിൽ ഇങ്ങനെ നിസ്കരിച്ച് അവിടുത്തെ കാലിങ്ങനെ നീര് കെട്ടുകയാണ്. അങ്ങനെ ദാ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് നബി തങ്ങളോട് ചോദിക്കുന്നു, ഓ നബിയേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത്? നിങ്ങളുടെ കഴിഞ്ഞു പോയ ദോഷങ്ങളും ഇനി വരാനിരിക്കുന്ന ദോഷങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് തന്നിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ നിസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതാ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വജൂദ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് മറുപടി പറയുകയാണ്, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകേണ്ടയോ ആയിഷ? ഇത്രയെല്ലാം സ്ഥാനം അല്ലാഹു എനിക്ക് തന്നു, ലോകത്തിന്റെ നേതാവാക്കിയിട്ടില്ലേ? എന്താണ് ഇനി ബാക്കിയുള്ളത്? ഇതിനെല്ലാം സ്ഥാനം തന്നതിന് വേണ്ടി ഞാനൊരു നന്ദിയുള്ള അടിമയായി തീരണ്ടയോ എന്ന് അതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്തായ തങ്ങൾ ഇങ്ങനെ പറയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുൻകഴിഞ്ഞു പോയ സ്വഹാബികളും മുൻകഴിഞ്ഞു പോയ ആൾക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് സ്നേഹം വെച്ചിട്ടുണ്ട്, ഒരുപാട് ബഹുമാനിച്ചിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാനൊരു സംഭവം പറയാം. ഉഹദ് യുദ്ധത്തിൽ 70 സ്വഹാബികൾ അവിടുന്ന് ഷഹീദാവുകയാണ്. അങ്ങനെ മറ്റ് 70 സ്വഹാബികൾക്ക് അവിടുന്ന് പരിക്കേറ്റു സംഭവിക്കുകയാണ്. അങ്ങനെ അവർ ഉഹദ് യുദ്ധം കഴിഞ്ഞ് അങ്ങനെ അവർ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആ ബിലാലേ, നാളെ നമുക്കൊരു വേറെ യുദ്ധത്തിന് പോകാനുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ അവരോട് ഉഹദ് യുദ്ധത്തിൽ വന്നവരോട് തയ്യാറാകാൻ വേണ്ടി പറയണം. അങ്ങനെ അതാ ബിലാൽ റളിയല്ലാഹു അൻഹു പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അതാ സ്വഹാബികളെല്ലാം ഉഹദ് യുദ്ധത്തിൽ അതാ ഒരു ദേഹത്തെ രക്തം കൊണ്ട് അതാ ഒരു ദേഹത്തിൽ ഒരുപാട് അതാ ദ്വാരങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ സംഭവിച്ച ദ്വാരത്തിൽ അവർ അതാ ബിലാൽ റളിയല്ലാഹു അൻഹു പോയിട്ട് അവരോട് പറയുന്നുണ്ട്, ഓ സ്വഹാബികളെ, നാളെ ഒരു യുദ്ധത്തിന് റെഡിയാവാൻ വേണ്ടി ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളതാ വരണമെന്ന് പറയുമ്പോൾ അതാ അവർ പിന്മാറിയില്ല. നമുക്ക് കഴിയുന്നില്ല, നമുക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരതാ അവിടുന്ന് പിന്മാറിയിട്ടില്ല. മറിച്ചതാ അവരുടെ ആ ദ്വാരങ്ങളിലേക്കെല്ലാം അതാ ഒരു രക്തം ചിന്തുന്ന ആ ദ്വാരങ്ങളിലേക്കെല്ലാം അവരതാ പച്ച ഇലകളെ വെച്ച് കൊണ്ടുപോകുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാ, അതാ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതാ ഹദ്റത്തിലേക്ക് അവർ പോവുകയാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ, ഇനി എങ്ങനെ ഞങ്ങൾക്ക് ഒരു യുദ്ധത്തിന് പോകാതിരിക്കാൻ കഴിയും? നബി തങ്ങളുടെ വാക്ക് അത്രക്കും അവർ ലംഘിച്ച് അവരതാ പാലിച്ചിരുന്നു. പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ, നമുക്കറിയാം പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ, തഖ്വ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ തഖ്വ, അത് നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് തുടങ്ങിയവയാണ്. എന്നാൽ ഹൃദയത്തിന്റെ തഖ്വ എന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ ശിആറിനെ ബഹുമാനിച്ചാൽ അത് ഹൃദയത്തിന്റെ തഖ്വയിൽ പെട്ടതാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ശിആർ എന്താണ്? അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ശിആർ അത് അഅ്ലമു ശആഇരില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ശിആർ അത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ആദരവായ തങ്ങളെ നാം ബഹുമാനിക്കണം, തങ്ങളെ നാം സ്നേഹിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രമാത്രം പറഞ്ഞു ഞാൻ നിർത്തുന്നു. ആഖിറുദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം. മത്സരം തുടരുന്നു. വേദിയിൽ സൂചനാക്ഷരം ജി. ശ്രദ്ധിക്കുക, ഈ മത്സരം കഴിഞ്ഞാൽ വേദിയിൽ നടക്കാനിരിക്കുന്നത് ജനറൽ സെക്ഷൻ ഡിജിറ്റൽ പ്രസന്റേഷൻ ചെസ് നമ്പർ 801 704 903 മത്സരികൾ റിപ്പോർട്ട് ചെയ്യുക. മത്സരം തുടരുന്നു. പറയുന്നു, അവിടെ നിന്ന് പറയുകയാണ്, അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സ എന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കാൽവെച്ച മണ്ണാണ്. ഒരുപാട് പ്രവാചകന്മാർ അവിടെ നിന്ന് ഇറങ്ങിയ സ്ഥലമാണ്. ആ സ്ഥലത്താണ് അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സ. അവിടെ നിന്നാണ് യാത്ര, അവിടെ നിന്ന് മിഅ്റാജിലേക്ക് യാത്ര പുറപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെ കുറിച്ചാണ് അവിടെ നിന്ന് ഇമാം ബൂസൂർ അവിടെ നിന്ന് പറഞ്ഞു പാടിയത്. എന്തിനാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബുറാക്കിലുണ്ട്, ആ ബുറാക്കിലൂടെ ഇരുളുള്ള രാത്രിയിലാണ് അവിടെ നിന്ന് ഇസ്രാ യാത്ര പോയത്. മിഅ്റാജ് ഇതിൽ പെടുന്നില്ല. കാരണം എന്തേ? അവിടെ നിന്ന് മിഅ്റാജ് അവിടെ നിന്ന് രാത്രിയിലാണ്, ഇരുളുള്ള രാത്രിയിലാണ് ഇസ്രാന്റെ യാത്ര പോയത്. എന്നാൽ അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗിയേറെ ഉണ്ടായിരുന്നു. അതിന്റെ പകുതി ഭംഗിയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഭംഗി. അവിടെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൂടെ രണ്ടാൽമുഖത്തിരുന്ന് രണ്ടാൾ അവിടെ നിന്ന് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിരോ. അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അവിടെ നിന്ന് ഒട്ടകത്തെ അവിടെ നിന്ന് ബുറാക്കിനെ അവിടെ നിന്ന് കെട്ടിയെടുത്ത സ്ഥലമുണ്ടല്ലോ, അത് ജിബ്രീൽ അലൈഹിസ്സലാം എടുത്തുകൊണ്ട് മറ്റേ സ്ഥലത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. അവിടെ നിന്ന് വളരെ ദൃഷ്ടാന്തങ്ങളാണ്. അവസാനം അവിടെ നിന്ന് അവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർ ചിന്തിച്ചത് മുത്തുനബി സല്ലല്ലാഹു ഒരു പ്രവാചകൻ വരുന്നുണ്ട്. ആ പ്രവാചകൻ വളരെ അവിടെ നിന്ന് അവസാനം ഒരു പ്രവാചകൻ വരുന്നുണ്ട്. ഒരുപാട് മോചിതത്തുകൾ അവിടെ നിന്ന് കാണിച്ചത്. അവിടെ അല്ലാഹു തആലയിലേക്ക് യാത്ര പോകുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് വേദഗ്രന്ഥത്തിൽ പഠിച്ചതെന്ന് അവിടെ നിന്ന് അപരിചിതന്മാർ അവിടെ നിന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് യാത്രയെല്ലാം അവിടെ നിന്ന് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണിക്കാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾക്ക് വിടാ. വാഖിറുദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിൽ അജ്മഈൻ. അമ്മാ ബഅദ്. ഇമാമുന അബൂസർ റളിയല്ലാഹു അൻഹു കവിതയിൽ നിന്ന് മദ്ഹുർ റസൂൽ എന്ന് വിശേഷിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കവിതയാണ്. വലംതു സുന്നത മൻ അഹിയൽ ലലാമ ഇലാ അൻഷത് ഖദ് ഖദമാ ഹുറ മിൻ വറമി. ഇമാമുന അബൂസർ റളിയല്ലാഹു അൻഹു അവിടുത്തെ കവിതയിൽ നിന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത് കേട്ടോ? അതാ ലോകത്തിന്റെ നേതാവായ, ലോകം പടക്കാൻ ദൂതരായ അഷ്റഫുൽ വറ മുഹമ്മദ് ത്വാഹ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ഒരിക്കൽ അതാ മുത്തായ തങ്ങളും ഉമ്മുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ദിവസം കിടപ്പറയിൽ കിടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അങ്ങനെ
അങ്ങനെ രണ്ടാളും കിടക്കുന്ന സമയത്ത് അതാ ഒരുപാട് നേരമാകുമ്പോൾ അതാ ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് ഉണരുകയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് ഉണരുന്ന സമയത്ത് എവിടെ എല്ലായിടത്തും തിരിഞ്ഞു നോക്കി, എവിടെയും മുത്തായ തങ്ങളെ കാണുന്നില്ല. എവിടെയും മുത്തായ തങ്ങളെ അന്വേഷിച്ചപ്പോൾ എവിടെയും മുത്തായ തങ്ങളെ കാണുന്നില്ല എന്ന് വേവലാതി പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പഠിപ്പിക്കുക, അവിടെ നിന്ന് പറയുക, എല്ലായിടത്തും നോക്കുമ്പോൾ മുത്തായ തങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പുറത്ത് പോകുമ്പോൾ അതാ ഒരു ഇരുണ്ട രാത്രിയിൽ നിന്ന് മുത്താതങ്ങൾ അവിടെ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ സങ്കടപ്പെട്ട് അവിടെ നിന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അതാ മുത്തങ്ങൾ രാത്രിയിൽ നിന്ന് കാൽ രണ്ടും നീരി കെട്ടി സുജൂദിൽ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, അതാ എല്ലാം കഴിഞ്ഞ നിലക്ക്, എല്ലാ ഔറാദുകളും എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ നിലക്ക് ആയിഷ റളിയല്ലാഹു അൻഹ അതാ മുത്താതങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അതാ മുത്താതങ്ങളിലേക്ക് അരികിലേക്ക് പോവുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മുത്താതങ്ങളുടെ അരികിലേക്ക് പോകുമ്പോൾ അതാ അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അല്ലയോ നബിയേ, എന്തിനാണ് ഈ അർദ്ധരാത്രിയിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതിന്റെ കാരണം എന്താണ് നബിയേ, ഇതിന്റെ പൊരുൾ എന്താണ് നബിയേ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ, ലോകത്തിന്റെ നേതാവ്, ലോകം പടക്കാൻ കാതുതരായ അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾക്ക് എല്ലാവർക്കും കരുണായിട്ടാണ് തങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചത്. ആ മഹാമനുഷ്യ ലോകൈക ഗുരു ജ്ഞാനഗുരു അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, അല്ലയോ ആയിഷ, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ അല്ലാഹുവിലേക്ക് ഒരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ? ഒരുപാട് അമൽ ചെയ്തിട്ട് കാര്യമില്ല ആയിഷ, ഒരുപാട് അമൽ ചെയ്തിട്ട് കാര്യമില്ല ആയിഷ, പിന്നെന്താണ് വേണമെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിലേക്ക് ഒരു ഇഷ്ടദാസനായി അല്ലെങ്കിൽ ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ? അതല്ലേ അല്ലാഹു ഏറ്റവും സന്തോഷകരമായി കാണുന്നത്, അതല്ലേ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സങ്കടപ്പെടുകയാണ്. നോക്കൂ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഓരോ നിസ്കാരം എവിടെയാണ്, എത്ര തെറ്റിദ്ധാരണയിൽ നിന്നും എത്ര ചിന്താശേഷിയാണ് നിസ്കരിക്കുന്നത്, നിസ്കരിക്കുന്നത്. മറിച്ച് തങ്ങളുടെ നിസ്കാരം നോക്കിയാൽ അവിടത്തേക്കൊന്നും എത്തില്ലല്ലോ. മാത്രമല്ല അവിടെ തന്നെ പറയുകയാണ്, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, ഒരിക്കലും എന്റെ സുന്നത്ത് വിട്ട് നിങ്ങൾ കളിക്കരുത്. അതാ തങ്ങൾ ലോകത്തിന്റെ നേതാവായ, ലോകം പടക്കാൻ അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി തങ്ങൾ പഠിക്കുകയാണ്, ആരെങ്കിലും ഒരുത്ത എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെ മുറുകെ പിടിച്ചു കേട്ടോ, എന്നെ ആരെങ്കിലും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്തൊരു മഹാ അത്ഭുതമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, തങ്ങളെ സുന്നത്തിന് വിട്ട് ഒരു കാര്യം വേണ്ട കേട്ടോ, തങ്ങളെ സുന്നത്തിന് വിട്ട് ഒരിക്കലും ഞങ്ങൾ നിഷേധിക്കരുത്. കാരണം എന്ന് വെച്ചാൽ തങ്ങൾ സുന്നത്തിന് അത്രയും വലിയ അഭിരുചിയാണ്. എന്തൊരു അഭിരുചിയാണ്, എന്തൊരു ആനന്ദമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, നിസ്കാരം ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു നിലക്കും ഞങ്ങൾ നിസ്കാരം അശ്രദ്ധമാകുന്ന രീതിയിൽ, നിസ്കാരം ഒരു നിലക്ക് തെറ്റിപ്പോകുന്ന രീതി ഒരിക്കലും ഞങ്ങൾ നിസ്കരിക്കരുത്. കാരണം നമ്മുടെ നേതാവാണ് പഠിപ്പിക്കുന്നത്, നമുക്കെല്ലാം ഉദാത്തമായ മാതൃകയാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ. ആ നേതാവിനെ കണ്ടാണ് ഞങ്ങൾ പഠിക്കേണ്ടത്. ഒരിക്കലും തങ്ങൾ പറഞ്ഞതിന് എതിരുമായി ഞങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കരുത്. മാത്രമല്ല അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് തഹജ്ജുദിന്റെ കാര്യത്തിൽ എത്ര ജാഗ്രതയാണ് നിസ്കരിച്ചത്. അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, ഓ മുഅ്മിനീങ്ങളെ, ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരെ, എനിക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായെങ്കിലും എന്റെ സമുദായമുണ്ടല്ലോ, എന്റെ സമുദായത്തിൽ ഞാൻ തഹജ്ജുദ് സുന്നത്തായിട്ടാണ് കരുതിയത്. അതുകൊണ്ട് സുന്നത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ അത് നിഷേധിക്കരുത്, സുന്നത്ത് എന്ന് പറഞ്ഞ് അതിന് നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് എന്താണ് കാരണമെന്ന്. അതുകൊണ്ട് ആരെങ്കിലും ഒരുത്തൻ തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് സുബഹി നിസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവന്റെ, ഒരു മനുഷ്യന്റെ 2 ചെവിയിൽ നിന്ന് മൂത്രം ഒഴിക്കുമെന്ന് അവിടുന്ന് ലോകത്തിന്റെ നേതാവായ ഹബീബായ തങ്ങളല്ലേ പഠിപ്പിക്കുന്നത്. പിന്നെന്തിനാണ് തഹജ്ജുദ് ഒഴിവാക്കേണ്ടത്? നമ്മളെല്ലാവരും മുതഅല്ലിമുകളല്ലേ, നമുക്ക് ബാക്കിയുള്ളവരെക്കാളും ഏറ്റവും കൂടുതലും നല്ല വിജ്ഞാന ശാഖുള്ളത് നമ്മെ മുതഅല്ലി വെള്ള ഡ്രസ്സുകളായ, വെള്ള വസ്ത്രധാരികളായ
ആലിമായ മുത്തല്ലിമുകളല്ലേ, പിന്നെന്തിനാണ് ഞങ്ങൾ താജ് ഒഴിവാക്കേണ്ടത്? അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്നത് ഒരിക്കൽ പോലും ഞങ്ങൾ താജ് ഒഴിവാക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാവായ നമുക്കെല്ലാം മാതൃകയായ ഉദാത്തമായ മാതൃകയാണ് ഹബീബായ മുത്തായ തങ്ങൾ. ആ ഹബീബായ തങ്ങൾ പോലും ഞങ്ങൾ പറയുകയാണ് താജുദ്ദീനെ ഒഴിവാക്കരുത്. കേട്ടോ, ആരെങ്കിലും ഒരു താജ് ഒഴിവാക്കി കഴിഞ്ഞാൽ അവന്റെ ഇരു ചെവിയിൽ നിന്നും ശൈത്വാന് മൂത്രമൊഴിക്കും. എങ്ങാനും ശൈത്വാന് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം മുഴുവനും മോശമായി. കേട്ടോ, അവന്റെ ജീവിതം മുഴുവനും കേടുത്തരം സംഭവിച്ചു. കേട്ടോ, അവനിക്ക് പിന്നെ ഒരു രക്ഷയില്ല. കേട്ടോ, ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയില്ല, ജീവിതത്തിൽ ആനന്ദം ഉണ്ടാവുകയില്ല, ജീവിതത്തിൽ ആഹ്ലാദം ഉണ്ടാവുകയില്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് മാതൃകയാണ് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുത്താജങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നു അത് മാത്രം ചെയ്തുകൊണ്ട്, മുത്താജങ്ങൾ എന്താണ് നിരസിച്ചുകൊണ്ടോ അതിനെ ഉപേക്ഷിച്ചുകൊണ്ടോ നല്ലവരായി ജീവിക്കണം. കേട്ടോ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മുത്തല്ലിമുകളെ, എന്റെ കരണ്ട കഷ്ണായ മുത്തല്ലിമുകളെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരിക്കൽ പോലും മുത്തായ തങ്ങളെ സുന്നത്തിനെ എതിർക്കാനോ മുത്തായ തങ്ങളെ സുന്നത്തിനെ എതിർ സംസാരിക്കാൻ നിങ്ങൾ നിൽക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേതാവാണ്, നമുക്ക് ഏറ്റവും നല്ല ഷഫാ നിൽക്കുന്ന നേതാവല്ലേ ഹബീബായ തങ്ങൾ. അതുകൊണ്ട് ഹബീബായ തങ്ങളെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. കേട്ടോ, ഒരിക്കൽ പോലും മുത്തായ തങ്ങൾക്ക് ഒരു ദോഷമാകുന്ന ഒരു സ്വഭാവം ഞങ്ങൾ ഉണ്ടാകരുത്. കേട്ടോ, അതുകൊണ്ട് മുത്തായ തങ്ങളെയും അവിടുത്തെ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ നാം തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് മുത്തായ തങ്ങളെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ലൊരു ആലിമായി നമുക്ക് ജീവിക്കാൻ അല്ലാഹു ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ഈ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വാഹുദാം റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.